ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നോർത്തേൺ അയർലൻഡിൽ വന്നു കഴിയുമ്പം നമുക്ക് കാണാൻ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിലൊരു ഡെസ്റ്റിനേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ചെറിയ ലെങ്ത് കുറഞ്ഞ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക. ഹലോ, അപ്പോൾ വീക്കെൻഡ് ഡയറീസിൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നോർത്തേൺ അയർലൻഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന പാർലമെൻറ്റിൽ തന്നെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ടും ഇവിടെ ഒരു ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുതിയ പാർലമെൻറ്റും പഴയ പാർലമെൻറ്റും നമുക്കിതിൽ കാണാൻ പറ്റും. അവിടെയാണ് സെക്യൂരിറ്റി ചെക്ക്. അപ്പം നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം അവിടെ എയർപോർട്ടിലുള്ള പോലെ തന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അവിടെയാണ് പാർലമെൻറ്റ്. അപ്പോൾ നമ്മളെ പാർലമെൻറ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഷീന ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആണ്. ടിക്കറ്റ് എടുക്കണം, പക്ഷെ ഫ്രീ ആണ്. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് പോകുന്നത്, 11 AM 2 PM. ഇവരും ഉണ്ട് നമ്മുടെ കൂടെ. ലീഡ്സിൽ നിന്ന് വന്നതാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും പിള്ളേർ അവിടെ ഉണ്ട്. അതിൽ കൂടെ ഓടി നടക്കുന്ന ഒരാൾ ഇതേണ്ട ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ആ ചെറിയ സ്റ്റിക്കറുമായിട്ട് അവിടുത്തെ എൻട്രൻസിലുള്ള നമ്മുടെ റിസപ്ഷൻ്റെ ഏരിയയിലോട്ട് ചെല്ലുമ്പോൾ അവർ നമുക്ക് അവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വിസിറ്റേഴ്സിനുള്ള ബാഡ്ജ് തരും. അതുകൂടാതെ തന്നെ അവിടുത്തെ ചെറിയൊരു മാപ്പും തരും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ എന്തൊക്കെയുണ്ട് കാണാനെന്ന് അറിയാനായിട്ടുള്ള മാപ്പ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ലോക്കർ റൂം കാണാം. നമ്മുടെ എക്സ്ട്രാസ് എന്തെങ്കിലും ബാഗേജോ അല്ലെങ്കിൽ കോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലോക്കറിൽ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് കീയും കാര്യങ്ങളൊക്കെ തരും. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ആ റിസപ്ഷൻ്റെ ഏരിയ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ എൻട്രൻസ് ഏരിയ, നമ്മുടെ ആ പാർലമെൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയാനായിട്ട് മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടെയുള്ളതെന്ന് പറഞ്ഞാൽ 1932 1932 ബിൽഡ് ചെയ്തൊരു ഇതാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ പല സാധനങ്ങളും ഇപ്പോൾ ഈ ലൈറ്റിങ്, ഇപ്പോൾ കാണുന്ന ഈ ലൈറ്റ് പോലും ഗോൾഡിലാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പെയിൻറ്റിങ് ഒക്കെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. പഴയ കാലത്ത് അവർ കൈകൊണ്ട് പെയിൻറ്റ് ചെയ്തതാണ് ഇതെല്ലാം. പിന്നെ അതെല്ലാം നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓരോ ലാംഗ്വേജിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇംഗ്ലീഷ്, പിന്നെ ഡോയ്ച്ച്, ഫ്രാൻസ്, ജർമ്മൻ. ഈ പാർലമെന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ ലാംഗ്വേജിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ചെറിയൊരു ഇതാട്ടോ. അങ്ങനെ അവിടുത്തെ എൻട്രൻസ് ഏരിയയിലെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് ശേഷം ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത് പഴയ പാർലമെൻറ്റിലോട്ടാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് പഴയ പാർലമെൻറ്റും അതുപോലെ തന്നെ പുതിയ പാർലമെൻറ്റും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പഴയ പാർലമെൻറ്റിലോട്ട് കയറുമ്പോൾ തന്നെ അവിടുത്തെ പഴയ ലൈറ്റിങ്ങും പെയിൻറ്റിങ്ങും അതുപോലെയുള്ള ബെഞ്ചും ഡെസ്കും അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ഇപ്പോഴും നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. എക്സെപ്റ്റ് നമ്മുടെ ആ ചേംബറിലെ ആ ചെയറിൽ മാത്രം നമ്മൾ അങ്ങോട്ട് കയറ്റത്തില്ല. ബാക്കി എല്ലായിടത്തും നിന്ന് നമുക്ക് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ പഴയ കാലത്ത് അവർ ഉപയോഗിച്ച ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പുതിയ പാർലമെൻറ്റ് ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അടുത്ത സൈഡിലാണ്. അങ്ങനെ പുതിയ പാർലമെൻറ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ തന്നെ അവിടെ റിസപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ പാർലമെൻറ്റിലോട്ട് ചെല്ലുമ്പോൾ തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അതുപോലെ നമ്മളൊരു പാർലമെൻറ്റ് നമ്മളൊക്കെ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും ഓരോ സീറ്റിൽ നമ്മളെ ഇരുത്തും ഓരോരുത്തരെയും. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ സബ്ജക്റ്റൊക്കെ അവർ പറഞ്ഞു തന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളോട് വന്ന ഷീന ചേച്ചി ആണെങ്കിലും ഡിബേറ്റിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് പെർഫോം ചെയ്യാനായിട്ട് ഷീന ചേച്ചി നന്നായിട്ട് അത് പെർഫോം ചെയ്ത് നല്ലതായിട്ടൊരു ഇത് ചെയ്തു. അതിനകത്ത് ഞങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ, നമ്മുടെ പിസയിൽ പൈനാപ്പിൾ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ്. അപ്പോൾ അത് നമുക്ക് എസ് ഓർ നോ, അപ്പോൾ 2 ഇതായിട്ട് നമുക്ക് തിരിച്ചിട്ട് 2 ബാച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ആ ഗൈഡ് നമ്മളെ കൊണ്ട് അതൊക്കെ കാണിച്ചതൊക്കെ വളരെ രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഷീന ചേച്ചിയായിരുന്നു അതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇത് പറഞ്ഞത്. It's not that healthy, but we can add vegetables and fruits as much into the pizza, so that will be a good option to have, but not on my pizza. I will.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളും ക്യാമറാസും അതുപോലെ തന്നെ പഴയ ഫോട്ടോസും ഇവർ പാർലമെൻറ്റിൽ കൂടുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടുത്തെ കോഫി ഷോപ്പിലൊന്ന് പോയി. അവിടെ കോഫി ഷോപ്പിൽ ചെല്ലുമ്പോൾ ചെറിയൊരു സുവനീർ ഷോപ്പോടെയും കൂടിയിട്ടുള്ളതാണ് അവിടുത്തെ കോഫി ഷോപ്പ്. അവിടെയുള്ള എല്ലാം തന്നെ ബെൽഫാസ്റ്റിനുള്ളതും പാർലമെൻറ്റിലുള്ളതായിട്ടുള്ള ചെറിയ മാനിക്യൂരും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. ചെറിയ പോസ്റ്ററുകളായിട്ടും അതുപോലെ ചെറിയ ഗ്രീറ്റിംഗ് കാർഡ്സ് ആയിട്ടും. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് വെളിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല 2 കോഫി ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നോർത്തേൺ അയർലൻഡിൽ വരുന്നവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് പാർലമെൻറ്റ്. നമുക്ക് മിക്കപ്പോഴും അത് ഫ്രീ ആയിട്ട് അതിൻ്റെ ടിക്കറ്റ് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.